ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രഭാതത്തെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രഭാത ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. 46-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും നമുക്കൊരു കുലുക്കവും ഉണ്ടാകില്ല, നാം ഭയപ്പെടുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് ദാവീദിൻ്റെ സ്വന്തം അഭിപ്രായമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ആശ്വാസവാക്കാണ്, അവരുടെ ഉറപ്പാണ്, അവരുടെ ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരഭിമാനമാണ്. ദാവീദ് അവിടെ സംഗീത പ്രമാണികളോട് ചേർന്ന്, സംഗീതക്കാരോട് ചേർന്ന് താൻ പാടുന്ന പാട്ട് ദൈവം നമ്മുടെ ദൈവമാകുന്നു. ആരോടാണ് പറയുന്നത് ദൈവം നമ്മുടെ ദൈവമാകുന്നെന്ന്? ദൈവം നമ്മുടേതെന്ന് പറയാൻ അവകാശമില്ലാത്ത ഒരു കൂട്ടരോട് പറയുന്നതായ ഒരു ഗാനപ്രതിഗാനമാണ് ദൈവം ഞങ്ങളുടെ ദൈവമാകുന്നു. ഞങ്ങൾ ആ ദൈവം ഞങ്ങളുടെ ദൈവമായിട്ടുള്ളത് കൊണ്ട് ഭൂമി കുലുങ്ങി സമുദ്രമധ്യേ വീണിരുന്നാലും പർവ്വതങ്ങൾ പടപടാന്ന് നീങ്ങിപ്പോയിരുന്നാലും ഞങ്ങൾ കുലുങ്ങുകയില്ല. അങ്ങനെ ആ ദൈവത്തെക്കുറിച്ച് ദാവീദ് ധാരാളം അഭിമാനകരമായിട്ടുള്ളതായ പൊക്കിപ്പറച്ചൽ, പുകഴ്ത്തൽ, ആരാധന, ആ ദൈവത്തെക്കുറിച്ചുള്ള ഉന്നതമായ വീക്ഷണങ്ങളെല്ലാം തൻ്റേതായ അവകാശത്തോടുകൂടി, അധികാരത്തോടുകൂടി തൻ്റെ ജനത്തിന് പറയാവുന്നതും പാടാവുന്നതുമായ ഒരു മനോഹര ഗാനം ചമച്ചു. 9-ാം വാക്യം 46-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 9-ാം വാക്യം വരെ ദാവീദ് പറയുന്ന സകല കാര്യങ്ങളും ദൈവം ഉയരത്തിൽ നിന്ന് കേട്ടു. 10-ാം വാക്യത്തിൽ ദൈവം ദാവീദിന് ഉത്തരമരുളുന്ന ഒരു കൊട്ടേഷനിൽ കൊടുത്തിട്ടുണ്ട്. ദൈവം പറയുന്ന വാക്കാണ്. ദൈവം ദാവീദിനോടും ആ സംഗീതം പാടുന്ന ജനങ്ങളോടും പറയുകയാണ്, നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ജാതികളുടെ മധ്യേ ഉന്നതനാകും. പോരാ, ദൈവത്തിന് അത് പോരാ, അങ്ങനെ പറഞ്ഞിട്ട് ഇത് തീർന്നില്ല. ഭൂമിയിൽ ഞാൻ ഉന്നതനാകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൽപ്പന അതാണ്. ദാവീദേ, നീ ദൈവത്തെക്കുറിച്ച് നിന്റെ സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് പുകഴുമ്പോഴും ദൈവത്തിൻ്റെ വീക്ഷണം അവിടെ മാത്രം ഒതുങ്ങി നിൽക്കാതെ ജാതികളിലും സർവഭൂസിമാവാസികളുടെ ഇടയിലും ഞാൻ ദൈവമായി, ഞാൻ ഉന്നതനാകും, ഞാൻ ഉയർന്നിരിക്കും, അവരുടെ ആരാധന ഞാൻ സ്വീകരിക്കും, അവർക്കും കൂടെ ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവം ഒരു പ്രത്യേകമായ ജാതിക്കോ സംഘടനയ്ക്കോ രാജ്യത്തിനോ ഭാഷയ്ക്കോ സഭയ്ക്കോ ഒരു കൂട്ടത്തിനോ മാത്രം ദൈവമായിരിക്കുമ്പോൾ അത് ഒരു പെർഫെക്റ്റായ ദൈവരൂപമല്ല. ആ ദൈവത്തിൻ്റെ ആശയം യഥാർത്ഥത്തിൽ സകല ദൈവികത്തിനും മേളിൽ നിൽക്കുന്ന ഒരാശയമല്ല. അവിടെ കോമ്പറ്റീഷൻസ് വരികയാണ്. ഇസ്രായേലിൻ്റെ ദൈവവും ജാതികളുടെ ദൈവവും ബാബിലോണിൻ്റെ ദൈവവും മിസ്രൈമിൻ്റെ ദൈവം, ഇങ്ങനെ ദൈവങ്ങൾ തമ്മിലുള്ളതായ ഒരു ക്ലാഷസ്. പക്ഷെങ്കിൽ ദൈവം ദാവീദിനോട് പറയുകയാണ്, നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുക എന്ന് പറഞ്ഞാൽ, അല്ലയോ ദാവീദേ, എൻ്റെ ദൈവീകത്വം എന്ന് പറയുന്നത് നിന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ദൈവീകത്വമല്ല. ഈ സകല അഖിലാണ്ടത്തെയും വാനഗോളങ്ങളെയും ഈ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സൃഷ്ടിച്ച ഞാൻ അതിലെ സകല ഭൂസീമാവാസികളെയും സൃഷ്ടിച്ചിരിക്കെ ഞാൻ അവരുടെ എല്ലാം മുൻപിൽ ഞാൻ ഉന്നതനാകും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ശിഷ്യന്മാരോട് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതുപോലെ പറഞ്ഞു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, അവർക്ക് കൊടുക്കേണ്ടതായ ബഹുമാനമൊക്കെ കൊടുത്തു, അവർക്ക് കൊടുക്കേണ്ടതായ അംഗീകാരമൊക്കെ കൊടുത്തെങ്കിലും ആ അംഗീകാരത്തെ അവർ തിരസ്കരിച്ചു. പിന്നെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുകൊണ്ട് സകല ഭൂസീമാവാസികളും ഭൂമിയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ സകല ജാതികളെയും എനിക്ക് ശിഷ്യരാക്കണം എന്ന് ശിഷ്യന്മാർക്ക് വ്യക്തമായ കാഴ്ചപ്പാട് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ ഭാഷ, നിയമം, സുവിശേഷത്തിൽ കൂടെ
നമ്മളിലേക്ക് കടക്കുമ്പോൾ അതൊരു സംഘടനയുടെ, ഒരു സഭയുടെ, ഒരു കുടുംബത്തിൻ്റെ, ഒരു ഭാഷയുടെ, ഒരു വിഭാഗത്തിൻ്റെ ദൈവമല്ല, എന്നാൽ നിന്റെ ദൈവമാകും. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഏറ്റുപറയണം എന്ന് ദൈവത്തിൻ്റെ വചനം, സുവിശേഷം നമ്മോട് ശഠിക്കുന്നത്. അതാണ് ആ വാക്ക്, ശഠിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൻ്റെ ദൈവരക്ഷകനല്ല, എൻ്റെ സ്വന്തം രക്ഷിതാവാണ്. നാം എൻ്റെ സ്വന്തം രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുമ്പോൾ ആ രക്ഷിതത്വം എൻ്റെ കുടുംബത്തിൽ ഒരു പ്രേരണ ശക്തിയായി വരുന്നു. എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും ആ ദൈവത്തെ അംഗീകരിക്കുവാൻ അവർ മനസ്സ് വയ്ക്കുന്നു, അവർ താല്പര്യപ്പെടുന്നു, അവർ ഇച്ഛിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം അവരിൽ കൂടെയൊക്കെയും ദൈവീകത്വമായി വെളിപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. 2-3 കാര്യങ്ങൾ ദൈവം പറയുന്ന വാക്കുകളിലുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവമല്ല എന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവമല്ല എന്ന് അവകാശപ്പെടാൻ, ദൈവമല്ല എന്ന് സങ്കടപ്പെടുന്നതായ ഒരു വിഭാഗത്തോട് അവരെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദൈവമില്ല, ഞങ്ങൾക്കൊരാശ്രയമില്ല, ഇസ്രായേൽ ജനത്തിന് മാത്രമേ ഉള്ളല്ലോ ആശ്രയം എന്ന് ഭാരപ്പെടുന്നതായ ഒരു കൂട്ടം ജനങ്ങളോട് ദൈവം പറയുന്ന ഒരു വാക്കാണ്, നിങ്ങൾ മിണ്ടാതിരുന്ന്. ക്ലാഷസ് ഒന്നും വരുത്തണ്ട, നിങ്ങൾ വലിയ പുകഴ്ചയും വലിയ ഉന്നത ഭാവവും നടിക്കണ്ട, മിണ്ടരുത്. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിനക്കാരുമില്ല എന്ന് മറ്റുള്ളവർ, നിനക്കിതുമായിട്ട് ബന്ധമില്ല, ഈ ദൈവത്തിൽ നിനക്ക് ആശ്രയമില്ല എന്ന് മറ്റുള്ളവർ മിണ്ടുമ്പോൾ നീ അതിന് പ്രത്യേകമായ മറുപടി ഒന്നും കൊടുക്കണ്ട. നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞാൽ നീ മിണ്ടേണ്ടതായ പല സാഹചര്യങ്ങളും നിന്റെ മുൻപിൽ വന്നു. ഒരു വാക്കുപോലും നിനക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എന്തെങ്കിലും അതിനൊരു മറുപടി കൊടുക്കേണ്ടതായ ഒരു ആവശ്യകതയുള്ളതായ ഒരു സാഹചര്യം നിന്റെ മുൻപിൽ ഉരുത്തിരിഞ്ഞാലും ശരി, ദൈവത്തിന്റെ ആലോചന നീ മിണ്ടരുത്, നീ മിണ്ടാതിരുന്നാൽ മതി. നിന്റെ ശത്രുക്കൾ നിന്നെ താഴ്ത്തിക്കെട്ടുന്ന, നിനക്ക് ദൈവത്തോട് അവകാശമില്ലെന്ന് പറയുന്നതായ ഏതൊരു അഭിപ്രായത്തിന് മുൻപിലും മിണ്ടാതിരുന്ന്. 10-ാം വാക്യത്തിൽ ദാവീദിന്റെ അഭിപ്രായമല്ല എന്ന് കാണിക്കാൻ വേണ്ടി ആ വാക്യത്തിന് ഒരു കോട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പോസ്ട്രഫി എന്ന് പറഞ്ഞാൽ ആരോ എവിടുന്നോ അരുളി ചെയ്തതായ വചനം. ഞാൻ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവം പുരാതനമേ ഭക്തന്മാരോട്, പിതാക്കന്മാരോട് അരുളി ചെയ്തതായ ദൈവത്തിന്റെ വചനം. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിനക്ക് സംബന്ധമില്ല, നിനക്ക് കുടുംബത്തിൽ ആശ്രയമില്ല, നീ ഒറ്റപ്പെട്ടു, നിനക്കൊരു ബന്ധവും ദൈവത്തോടില്ല എന്ന് നിന്നെ പറഞ്ഞ്, സമൂഹത്തോടും ദൈവജനത്തോടും നിനക്ക് ബന്ധമില്ല എന്നും, സ്വർഗത്തോടും സ്വർഗീയ അധികാരങ്ങളോടും നിനക്ക് സ്ഥാനമില്ല എന്നും ഒക്കെ നിന്നെക്കുറിച്ച് പ്രതിവചിക്കുന്നതായ ജനത്തോട് നീ മറുപടി പറയാൻ പോകണ്ട. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും. ജാതികൾ എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്ത ജനങ്ങൾക്ക് ഞാൻ ദൈവമായി തീരും. എൻ്റെ ജനമല്ലാത്തവർക്ക് ഞാൻ എൻ്റെ ദൈവമായ എൻ്റെ ജനമെന്ന് ഞാൻ ഏറ്റുപറയും. അതിനുശേഷം ദൈവം അതുകൊണ്ട് നിർത്തിയില്ല. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും ദൈവത്തിൻ്റെ ദയ തുളുമ്പി നിൽക്കുന്നു. ദാവീദിന്റെ അഭിപ്രായം അല്പമായിട്ടുള്ള കാഴ്ചപ്പാടായിരുന്നുവെങ്കിൽ അത് സിയോനിലും യെരൂശലേമിലും മാത്രം, തൻ്റെ തലസ്ഥാനത്തും തൻ്റെ സിംഹാസനം ഇരിക്കുന്നിടത്തും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് ദാവീദിനുണ്ടായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ അഭിപ്രായം അങ്ങനെയല്ല. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെടണം, വിളക്കപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം. നിന്റെയും എന്റെയും കുടുംബം ദൈവമുള്ള കുടുംബമായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ വിഷയങ്ങളിലൊക്കെയും ഉന്നതനാകും. നിനക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിവില്ലാത്തതായ വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം ഉന്നതനായിരിക്കും. നീ ജാതിയോ മതമോ നിന്റെ ഭാഷയോ ദൈവത്തിന്റെ സന്നിധിയിൽ ചെറുപ്പക്കാരനോ വലിപ്പക്കാരനോ അല്ലെങ്കിൽ സമ്പന്നനോ ദരിദ്രനോ ഒന്നുമില്ലാത്തവനോ എല്ലാം ഉള്ളവനോ ദൈവത്തിന്റെ മുൻപിൽ വിവേചനം കൂടാതെ നീ മനുഷ്യൻ, ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ സന്തതി, ദൈവത്തിന്റെ സൃഷ്ടിതാവ് എന്നുള്ളതായ ഒരു നിർണയത്താൽ ദൈവം പറയുന്നു, ഞാൻ നിന്നിൽ ഉന്നതനാകും, നിന്റെ ഭവനത്തിൽ ഉന്നതനാകും, നിന്റെ വിഷയങ്ങളുടെ മധ്യത്തിൽ ഉന്നതനാകും, നിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഉന്നതനാകും, നിന്റെ പരിഹാസങ്ങളുടെ മുൻപിൽ ദൈവം ഉന്നതനാകും. ഉന്നതനായ ദൈവത്തെ സ്വീകരിക്കുവാൻ, കൈക്കൊള്ളുവാൻ, അഭിമാനിക്കുവാൻ, നമ്മുടെ ദൈവമെന്ന്, എൻ്റെ ദൈവമെന്ന് അത് ഉൾക്കൊള്ളുവാനുള്ളതായ ഒരു കൃപ ഈ പ്രഭാതത്തിൽ നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറകൾക്കും ശാശ്വതമായി ദൈവം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.